പാലക്കാട് കൊട്ടിക്കലാശത്തിലേക്ക് കടക്കുകയാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം. അതിനിടെ വയനാട്ടിലും ഒപ്പം തന്നെ ചേലക്കരയിലുമൊക്കെ BJP സ്ഥാനാർത്ഥിയായിരുന്ന നവ്യ ഹരിദാസും ഒപ്പം തന്നെ ബാലകൃഷ്ണനും ഇവിടെയുണ്ട്. നമുക്ക് അവരൊരുമിച്ച് പ്രചരണത്തിന് ഇറങ്ങുകയാണ്. പാലക്കാട് വരുമ്പോൾ എങ്ങനെയുണ്ട്? ഇന്നലെയാണ് പാലക്കാട് എത്തിയത്. കൽപ്പാത്തി രഥോത്സവം അതിനൊന്ന് സാക്ഷ്യമാക്കാൻ സാധിച്ചു. നല്ല രീതിയിൽ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥികളെ താരതമ്യം ചെയ്യുമ്പോഴും കൃഷ്ണകുമാർജിയെ പോലെ പാലക്കാടിനെ അറിയുന്ന, പാലക്കാടിന്റെ വിഷയങ്ങൾ അറിയുന്ന, ഇവിടെയുള്ള മനസ്സുകൾ അറിയുന്ന മറ്റൊരു സ്ഥാനാർത്ഥി ഇവിടെയില്ല. തീർച്ചയായിട്ടും വലിയ വിജയപ്രതീക്ഷയോട് കൂടെ തന്നെ പാലക്കാട് പ്രവർത്തനം നടക്കുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നേരെ ജോലിക്ക് കയറിയെന്നൊക്കെ കണ്ടു. അത് നമ്മുടെ ജീവിതമാർഗമാണല്ലോ. അതിനോടൊപ്പം തന്നെ ചേർന്നുകൊണ്ടാണ് നമ്മൾ പൊതുപ്രവർത്തനം നടത്തേണ്ടത്. രണ്ടും കൂടി ചേർന്നിട്ടാണ് ജീവിതം. അപ്പം അതുകൊണ്ട് കയറിയ ഉടനെ നമ്മുടെ സ്ഥാനാർത്ഥിക്ക് പോയി അഴിച്ച ഉടനെ തന്നെ നമ്മൾ ജോലിക്ക് കയറി. ഈ ജോലിയും രാഷ്ട്രീയം കൂടെ ഒരുമിച്ച് നടക്കുമോ? പലരും അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ല, ചെയ്തിട്ടുണ്ട്. ഞാനത് ചെയ്ത് കാണിച്ചതാണ്. എൻ്റെ ജീവിതത്തിൽ ഞാനത് പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിക്കണമെങ്കിൽ തൊഴിൽ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തൊഴിലെടുത്തുകൊണ്ട് തന്നെ പൊതുപ്രവർത്തനം നടത്തണം. എങ്ങനെയുണ്ടായിരുന്നു ചേലക്കര? ചേലക്കര സംബന്ധിച്ചിടത്തോളം 23-ാം തീയതി താമര വിരിയുന്ന ദിവസമായിരിക്കും. അത്ര ഉറപ്പാണ്? പിന്നെ 100%. എന്താണ് അതിന്റെ ഒരു വലിയ വർക്ക് നടന്നു എന്നുള്ളത് കൊണ്ടാണോ? എന്താണ് അതിന്റെ ഒരു? കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ കൃത്യമായ രീതിയിൽ പാർട്ടി വിജയിക്കാൻ വേണ്ടി തന്നെയാണ് ഒരു മത്സരം നടത്തിയിരിക്കുന്നത്. അത് ഇവിടുത്തെ ഈ തൃശ്ശൂരിലെ ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി തന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുമെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മളതിന് വളരെ കൃത്യമായ രീതിയിൽ പാർട്ടിയുടെ പ്രവർത്തകരെ സജ്ജരാക്കിക്കൊണ്ടുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അതിൽ നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അവിടെ വരുമ്പോ കാണുന്നതെല്ലാം ചേലക്കരയുടെ ബാലേട്ടനാണ്. മുഴുവൻ പേര് പോലും അങ്ങനെ അറിയാൻ പറ്റുന്നുണ്ടാവില്ല പലർക്കും, പുറമേ വരുന്നവർക്ക്. അങ്ങനെ ഒരു ബാലേട്ടനായി നിൽക്കുന്നുണ്ടോ? നമ്മൾ സിനിമയിലൊക്കെ ബാലേട്ടനെ കണ്ടിട്ടുണ്ട്. അല്ല, തിരുവല്ലാമലയിൽ നമ്മൾ അങ്ങനെ അറിയപ്പെട്ടിരുന്നു. പിന്നീട് സ്വന്തം നാട്ടിലെന്ന രീതിക്ക് അങ്ങനെ അറിയപ്പെട്ടിരുന്നു. പക്ഷെ ചേലക്കരയിലെത്തിയപ്പോൾ ചേലക്കരക്കാരുടെയും ബാലേട്ടനായി. അവിടെ ആര് രണ്ടാമതെത്തും? ഒന്നാമതെത്തും BJP എന്ന് പറയുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം BJP ഒന്നാമതെത്തുമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ബാക്കി ജനം വിധി എഴുതട്ടെ. വയനാട്ടില് പോളിംഗ് അങ്ങ് കുറഞ്ഞു പോയല്ലോ. പോളിംഗ് കുറച്ച് കുറവായിരുന്നു. പൊതുവെയുള്ള ജനവികാരം അവിടുത്തെ ഒരു ഇലക്ഷൻ, വയനാടിന്റെ പ്രത്യേക ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ അത്രത്തോളം ഒരു ഇലക്ഷനെ നേരിടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നില്ല. പിന്നീട് ഉയർന്നു വന്നിട്ടുള്ള പല വിഷയങ്ങളും, കിറ്റ് വിവാദം വന്നു, ഈ കള്ളപ്പണത്തിന്റെ വിവാദം, അങ്ങനെയൊക്കെ വന്ന സാഹചര്യത്തിൽ ജനങ്ങൾ അതിനോടൊരു വിമുഖത പ്രകടിപ്പിച്ചിട്ടുണ്ട്. BJPയെയും ബാധിക്കാൻ സാധ്യതയുണ്ടോ? BJPയെ ബാധിക്കില്ല. കാരണം ഞങ്ങളുടെ കാൽക്കുലേഷനിൽ ബൂത്ത് അടിസ്ഥാനത്തിലും മണ്ഡലം അടിസ്ഥാനത്തിലും റിപ്പോർട്ട് എടുത്ത സമയത്ത് BJP കാസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള വോട്ടുകൾ പൂർണ്ണമായും വന്നു ചേർന്നിട്ടുണ്ട്. ഇത് ബാധിക്കുന്നത് മറ്റ് രണ്ട് മുന്നണികളെയാണ്. പ്രിയങ്ക ഗാന്ധി കാണാൻ വല്ലതും പറ്റുമോ? ഇല്ലല്ലോ. ഒരു തവണ റോഡ് ഷോയിൽ ഞാൻ ഓപ്പൺ വെഹിക്കിളിൽ പോകുമ്പോൾ അവരവരുടെ കാറിൽ പാസ് ചെയ്തിരുന്നു. അങ്ങനെ കണ്ടിട്ടുള്ളൂ. അവരോട് സംസാരിക്കാൻ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായില്ല? ഒരുമിച്ച് സ്ഥാനാർത്ഥികൾ വരുന്ന വേദികളൊന്നും ഉണ്ടായില്ല? ഒന്നും ഉണ്ടായിരുന്നില്ല. അവര് ഈ നോമിനേഷൻ ഫയൽ ചെയ്യാൻ വന്നു, തിരിച്ചുപോയി. പിന്നെ 1-2 ദിവസം മാത്രം അവര് ഫിക്സ് ചെയ്തിരുന്ന സ്ഥലങ്ങളിൽ മാത്രം വന്നു പോയതാണ്. അതല്ലാതെ കോമൺ പബ്ലിക് ആയിട്ടുള്ള ഒരു മിംഗ്ലിംഗിലേക്കോ തുറന്ന ഒരു പ്രചരണത്തിലേക്കോ ഒന്നും അവരുണ്ടായിരുന്നില്ലല്ലോ. എങ്ങനെയുണ്ടായിരുന്നു മറ്റേ സത്യൻ മുഖേരി അതേപോലെ പ്രിയങ്ക, ഇവരുടെ രണ്ടുപേരുടെ പ്രചരണ രീതികൾ കണ്ടിട്ട് എന്താണ് തോന്നിയത് വിജയ്? അവരുടെ പ്രചരണ രീതിയിലേക്ക് വെച്ച് ഒരു പടി മുകളിലായിരുന്നു BJPയുടെ ഇത്തവണത്തെ വർക്ക് ഉണ്ടായിരുന്നത്. ഏറ്റവും തുടക്കം മുതൽ ഒരു റോഡ് ഷോയിലൂടെയാണ് ഞങ്ങളുടെ പ്രവർത്തനം ആരംഭിച്ചത് ആ മണ്ഡലത്തിൽ. അന്ന് മുതൽ ജനപിന്തുണ വർദ്ധിച്ചു വന്നു. എല്ലാ പ്രവർത്തകരും വളരെ സജീവമായിട്ട് രംഗത്തുണ്ടായിരുന്നു. പാർട്ടിയുടെ ദേശീയ, സംസ്ഥാന, ജില്ലാ നേതാക്കൾ എല്ലാവരും ആ പ്രവർത്തനത്തിന് ഒപ്പം നിന്നു. അതുകൊണ്ട് എല്ലാവരും കൂടെ ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു വിജയിപ്പിക്കാനായിട്ടുള്ള പ്രവർത്തനമാണ് അവിടെ നടത്തിയിട്ടുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമാണ്. എങ്ങനെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുമ്പോൾ ഒരു എക്സ്പീരിയൻസ്? എല്ലാം ഒരുപോലെ തന്നെ. പക്ഷെ ഇവിടെ ഒരു വലിയൊരു മണ്ഡലം, 3 ജില്ലയിലായിട്ട് സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്ന മണ്ഡലമായതുകൊണ്ട്, പിന്നെ വളരെ ലിമിറ്റഡ് ടൈം പീരീഡും ആയതുകൊണ്ട് പല സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല. അപ്പം നമ്മൾ സാധാരണ രീതിയിൽ ഹൗസ് കോൺടാക്ട് ഒരുപാട് ചെയ്യാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. ഇത് അങ്ങനെ സാധിച്ചിട്ടുള്ള പൊതുയോഗങ്ങൾ മുതലായിട്ടുള്ള പരിപാടികൾ, ഗ്യാതറിംഗ്സിന് മാത്രം പങ്കെടുത്തത് കൊണ്ട് അധികം ജനങ്ങളുമായിട്ടുള്ള ഒരു സമ്പർക്കം നിലനിർത്താൻ സാധിച്ചിട്ടില്ല. കെ സുരേന്ദ്രനെ അട്ടിമറിക്കോ? അതായത് കഴിഞ്ഞ തവണത്തെ വോട്ടിന്റെ അപ്പുറത്തേക്ക് പോവാ? എങ്ങനെയാണ്? സംസ്ഥാന അധ്യക്ഷനെ അട്ടിമറിക്കാൻ മാത്രമുള്ള ഇതൊന്നുമില്ല. പക്ഷേ പാർട്ടി എന്നിൽ ഏൽപ്പിച്ചിട്ടുള്ള ദൌത്യം വളരെ നല്ല രീതിയിൽ ചെയ്തു തീർക്കാൻ സാധിച്ചു എന്നുള്ളൊരു സന്തോഷമുണ്ട്. അട്ടിമറിക്കണമെന്നായിരിക്കും BJP ആഗ്രഹിക്കുന്നത്. കാരണം വോട്ട് കൂടുതൽ പോകണമല്ലോ. അതെ അതെ അതെ. വോട്ടിന്റെ കാര്യത്തിൽ നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിനേക്കാൾ ഉപരി രാഷ്ട്രീയ അന്തരീക്ഷം കൂടെ കണക്കിലെടുത്തുകൊണ്ട് ഉപരിയായിട്ടുള്ള വോട്ടുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ അതാണ് BJPയുടെ 2 സ്ഥാനാർത്ഥികൾ. അവരിനി പാലക്കാട് പരസ്യ പ്രചരണം പൂർത്തിയാകുന്നവരെ
ഇവിടെ ഉണ്ടാകും. അത്തരം പ്രചരണത്തിലാണ് അവരുള്ളത്. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 പാലക്കാട്.